കാനഡയാണ് പോലും, കാനഡ. ഞങ്ങൾ പെട്ടുപോയി. 5 ദിവസമാണ് പവറില്ല, ഇൻ്റർനെറ്റ് ഇല്ല, ഹീറ്റില്ല, ഫോണില്ല. 2 ദിവസം ഫ്രീസിങ് റെയിൻ വന്നതാ. ഈ ഫ്രീസിങ് റെയിൻ എന്ന് പറഞ്ഞാലേ നമ്മുടെ മഴ. വെള്ളത്തിന് പകരം ഐസ് പൊഴിക്കുന്നു. വീടിന് മുകളിലും വിൻഡോ ഗ്ലാസ്സിലും ഒക്കെ കല്ലെടുത്ത് എറിഞ്ഞതുപോലെ സൗണ്ട്. അങ്ങനെ ചെറിയ സംഭവമൊന്നുമല്ല, കുറച്ച് വലിയ വലിയ സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു. കാര്യം ഇലക്ട്രിക് ലൈൻസും പൊട്ടി വീണ് കിടക്കുവാണേ. വീടിനകം ഫുൾ തണുപ്പായി. നമ്മളൊന്നും പിന്നെ ജനിച്ച് വീഴപ്പോഴേ ഇൻ്റർനെറ്റ് കണ്ടവരല്ലാത്തതുകൊണ്ട് വലിയ പരുക്കൊന്നുമില്ല. ഞാൻ കുറച്ച് വിഷ്വൽസ് കാണിക്കാമേ. അങ്ങനെ ഫ്രീസിങ് റെയിൻ, ജോൺസൺ മാഷ്, ചൂട് ചായ ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് വീട്ടിലിരിക്കുക. നമ്മുടെ കറണ്ട് ടപ്പേന്നും പറഞ്ഞൊരു പോക്ക്. ഭയങ്കര കാറ്റുവാണേ. സംഭവം ഐസ് മഴ. ഈ പവർ ലൈൻസ് ഒക്കെ ഐസ് കൊണ്ട് മൂടിയിട്ട് വെയിറ്റ് കൂടി പൊട്ടി വീണു. നമുക്കിവിടെ അങ്ങനെ കറണ്ട് പോക്കൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഇലക്ട്രിസിറ്റി ഇല്ലാതെ ഇവിടെ എല്ലാം താറുമാറായി. പവർ പോയി, അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റ് പോയി, വീട്ടിലെ എല്ലാ സിസ്റ്റവും ഓഫായി. മെയിനായിട്ട് ഹീറ്റിങ്ങും ഇല്ലാണ്ടായി. വീടിനകം ഫുൾ തണുപ്പായി. വല്ലാണ്ടങ്ങ് പെട്ടുപോയില്ലേ. പിന്നെ നമ്മൾ ഡബിൾ സ്വെറ്റർ, ഡബിൾ സോക്സ്, എന്തിന് ഡബിൾ കമ്പിളിപ്പൊതുപ്പ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിൽ സർവൈവ് ചെയ്തു. ഈ കമ്പിളിപ്പൊതുപ്പെന്ന് ഞാൻ പറഞ്ഞപ്പോഴേ ഞാനിപ്പോൾ പെട്ടെന്ന് ആ മുകേഷിൻ്റെ സിനിമയിലെ സീനാണ് ഓർത്തത്. കമ്പിളിപ്പൊതുപ്പ് നമുക്ക് ഡബിൾ കമ്പിളിപ്പൊതുപ്പായിരുന്നു. ഇൻ്റർനെറ്റ് ഇല്ലാത്ത ജീവിതം നമ്മുടെ മക്കൾക്കൊരു പുതുമയാണല്ലോ. നമ്മളൊന്നും പിന്നെ ജനിച്ച് വീഴപ്പോഴേ ഇൻ്റർനെറ്റ് കണ്ടവരല്ലാത്തതുകൊണ്ട് വലിയ പരുക്കൊന്നുമില്ല. പക്ഷേ ന്യൂ ജെന്നിനെ സംബന്ധിച്ച് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥയാണ് അവർക്ക്. ഈ ലോകത്ത് നടക്കുന്ന കാര്യമൊക്കെ മിനിറ്റിന് നമ്മൾ വിരൽത്തുമ്പിൽ അറിഞ്ഞുകൊണ്ടിരിക്കുവാണല്ലോ. പെട്ടെന്ന് ഇനി കറണ്ട് പോലും എപ്പോഴാണ് വരുന്നതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. ഇവിടെ മെജോറിറ്റി വീടുകളിലും ഇലക്ട്രിക് സ്റ്റൗ ആണ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി പോയ കാനഡക്കാർക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നല്ലേ ഫുഡ്. ഇപ്പം നമുക്ക് ഗ്യാസ് സ്റ്റൗ വേണമെന്നുണ്ടെങ്കിൽ അതിവിടെ വീട് പണിയുമ്പം തന്നെ നമ്മൾ ബിൽഡറിനോട് സ്പെഷ്യൽ റിക്വസ്റ്റ് നടത്തിയാലേ കിട്ടത്തുള്ളൂ. കാര്യം ഈ ഗ്യാസ് കണക്ഷനൊക്കെ ഒരു എക്സ്ട്രാ പൈസയൊക്കെ എടുത്താണ് നമുക്ക് തരുന്നത്. ശരിക്കും ആ സമയത്തെ കാനഡയിൽ നിന്നുള്ള റീൽസും പിന്നെ കുറച്ച് വീഡിയോയും ഒക്കെ കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട് ഡയന ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ച് ചോദിച്ചു, ശരിക്കും ഇങ്ങനെയൊക്കെ അവിടെ സംഭവം നടന്നായിരുന്നോടിയെന്ന്. അതുമാത്രമല്ല, അതൊക്കെ മേലെ നടന്നടിയെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ സിറ്റിയിലുള്ള ഹോട്ടലിൽ പോയി നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ അവിടെയും പവർ ഇല്ലാത്തതുകൊണ്ട് 1-2 പേരെ തുറന്നു വെച്ചിട്ടുള്ളൂ. സോ ഓപ്പൺ ആയിട്ടുള്ള ആ 1-2 റെസ്റ്റോറൻറ്റിൽ തന്നെ ഭയങ്കര ക്യൂ ആയിരുന്നു. ഇപ്പോൾ ഡ്രൈവ് ത്രൂ ഒക്കെ ആണെങ്കിൽ അങ്ങ് കിടക്കുക വണ്ടികൾ ഒരു ബർഗറിന് വേണ്ടി കാതോർത്ത്. ഇങ്ങനെ ആൾക്കാരൊക്കെ ഒരു പ്രാന്ത് പിടിച്ച അവസ്ഥയിലായി. വലിയ മരങ്ങളും ചെറിയ ചെടികളും എല്ലാം ഐസ് കൊണ്ട് മൂടി. ഈ മരങ്ങളെയൊന്നും ഈ വിൻ്റർ സമയത്ത് ഇലയില്ല. ആക്ച്വലി ആ ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ. ആ ബ്രാഞ്ച് ഫുൾ അങ്ങ് ഐസ് എൻകാപ്സുലേഷൻ നടന്നു. എന്നിട്ട് ഈ മരത്തിൻ്റെ വെയിറ്റ് കൂടി മരമെല്ലാം കൂടെ വീഴുന്നു. നമ്മുടെ ഈ കമ്മ്യൂണിറ്റി കുറച്ച് പുതിയതായതുകൊണ്ട് ഇവിടെ അത്രയും പഴക്കമുള്ള മരങ്ങളില്ല. അതുകൊണ്ട് നമ്മുടെ റോഡിലൊന്നും മരങ്ങളില്ലായിരുന്നു എന്താണേലും. ബാക്കി ഒത്തിരി മരങ്ങളുള്ള സ്ഥലത്തെ കാര്യം പറയണ്ട. അതെല്ലാം കൂടെ റോഡിൽ ഒടിഞ്ഞു വീണ് റോഡൊക്കെ ബ്ലോക്കായിരുന്നു. മരം ഒരു വരം എന്ന സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റേണ്ടി വന്നു. കാര്യം 1-2 മരമൊന്നും അല്ല ഒടിഞ്ഞു വീഴുന്നത്. ഈ സിറ്റി റോഡിൻ്റെ സൈഡിലുള്ളതെല്ലാം അങ്ങ് മറിഞ്ഞു വീഴുക. ഇതൊക്കെ വെട്ടി മാറ്റിയാലല്ലേ റോഡിൽ കൂടെ വണ്ടിക്കെങ്കിലും പോകാൻ പറ്റൂ. പിന്നെ ഇലക്ട്രിസിറ്റി ഇല്ലാതെ ഒന്നും നടക്കത്തില്ലല്ലോ. ട്രാഫിക് ലൈറ്റ് ഒന്നും വർക്കാവത്തില്ല. അപ്പോൾ റോഡിലെ സർക്കസ് വേറെ. ഇവിടെ പിന്നെ വിൻ്റർ സമയമാണല്ലോ, നല്ല തണുപ്പുമുണ്ട്. ഒരു ഒക്ടോബർ നവംബർ തൊട്ടേ നമ്മുടെ വീടൊക്കെ ഫുൾ ഹീറ്റിങ്ങിലാണ് ഓടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുറത്തുള്ള സ്നോയും തണുപ്പും ഒന്നും വീടിനകത്തിരിക്കുമ്പോൾ നമ്മളെ ബാധിക്കാറില്ല. ഞാൻ പുറത്തോട്ട് പോകുമ്പോൾ വീട്ടിൽ നിന്ന് കാറിലോട്ട് കയറുന്നു. കാറിലും ഫുൾ ഹീറ്റിങ്. ഇവിടെ കാർ സീറ്റ്സും സ്റ്റിയറിങ്ങും ഒക്കെ ഹീറ്റഡാണ് കേട്ടോ. ഞാൻ ഇന്ത്യയിലുള്ളവർക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി അത് പ്രത്യേകം എടുത്ത് പറഞ്ഞതാണ്. കാനഡയിലെ മോക്ക് 5 ദിവസം ഇൻ്റർനെറ്റും ഫോണും കറണ്ടും ഒന്നും ഇല്ലെന്നറിഞ്ഞ് മമ്മിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ ഭയങ്കര പാടായിരുന്നു. കേരളത്തിൽ ഇത്രയും മോശമല്ലല്ലോ അവസ്ഥ എന്ന് മമ്മി. പ്രകൃതിക്ക് ദേഷ്യം വന്ന കാനഡയെന്നോ US എന്നോ വല്ലതും ഉണ്ടോ? പുള്ളി അങ്ങ് കലിതുള്ളി ഫ്രീസിങ് റെയിനായി. ആ 5 ദിവസം വാട്സാപ്പ് ഗ്രൂപ്പിലെ ബർത്ത്ഡേ മെസ്സേജും ഫോർവേഡ് തമാശകളും ഇൻസ്റ്റാ റീൽസും ഒക്കെ മിസ്സായില്ലേ? ബുദ്ധിമുട്ടല്ലേ? നമ്മൾ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിപ്പോയൊരവസ്ഥയായിരുന്നു. നമ്മുടെ സിറ്റിയിലൊക്കെ സ്റ്റേറ്റ് ഓഫ് എമർജൻസി ഡിക്ലെയർ ചെയ്തായിരുന്നേ. സ്കൂള്, ഓഫീസ് ഇതൊന്നും ഇല്ലായിരുന്നു 1 വീക്ക്. ഈ സ്റ്റേറ്റ് ഓഫ് എമർജൻസി പ്രഖ്യാപിക്കുന്നത് ഈ ദുരിതവും ഡിസാസ്റ്ററും ഒക്കെ സംഭവിക്കുമ്പോൾ ഇനിയും കാര്യങ്ങൾ കൂടുതൽ വഷളാകാതിരിക്കാൻ വേണ്ടിയാണ്. ഫസ്റ്റ് ഡേ കറണ്ട് ഇല്ലാതായപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് സെക്കൻഡ് ഡേ വരും എന്നാണല്ലോ. സെക്കൻഡ് ഡേ നിരാശയായെങ്കിലും തേർഡ് ഡേ ഇനി ഉറപ്പായിട്ടും വരും എന്നായി. പ്രതീക്ഷയാണല്ലോ ജീവിതത്തിൽ വേണ്ടിയത്. അങ്ങനെ 5 ദിവസവും പ്രതീക്ഷയോടെ ഇരിക്കുമായിരുന്നു. ഇത് 1-2 പേരെ ബാധിച്ച കഥയൊന്നുമല്ല. 4 ലക്ഷം പേരെയൊക്കെ ബാധിച്ച കഥയെ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില ഏരിയയിലൊക്കെ പെട്ടെന്ന് 1 ദിവസം കൊണ്ടുവന്നു, ചില ഏരിയയിലൊക്കെ 10 ദിവസമായി. പിന്നെ ചില റിമോട്ട് പ്ലേസസിലൊക്കെ ഞാനിങ്ങനെ ന്യൂസിൽ കണ്ടായിരുന്നു, അവർക്കൊന്നും കറണ്ട് വന്നിട്ടില്ല, ഇനി എടുക്കുമെന്ന്. ഇപ്പം ആലോചിക്കുമ്പോൾ എന്തായാലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു.
ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. ബൈ.